ഹരേ കൃഷ്ണ. ഭാഗവത തത്വങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. നമ്മുടെ ഈ സത്സംഗം തുടങ്ങിയത് തന്നെ ഭാഗവത ശ്രവണോത്സവം എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇനി മുതൽ നമ്മൾ പുതിയൊരു ശൃംഖല ആരംഭിച്ചിരിക്കുകയാണ്, ഭാഗവത തത്വങ്ങൾ എന്ന് പറഞ്ഞ്. ഇന്നതിൻ്റെ അടുത്ത ഭാഗമാണ്, എല്ലാവർക്കും ചർച്ച ചെയ്യാം. ഭാഗവതത്തിലൂടെ പഠിക്കേണ്ട തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പരമസത്യം. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരമസത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത സത്യം. നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. പക്ഷെ ഇതിനപ്പുറത്തായിട്ടൊരു പരമാർത്ഥമുണ്ട്. ആ പരമാർത്ഥത്തെ അറിയാൻ നമ്മളെ സഹായിക്കും ഭാഗവത തത്വങ്ങൾ. ഭാഗവതത്തിലൂടെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അതിനെപ്പോഴും ഞാൻ സത്സംഗത്തിലൊരു ഉദാഹരണം നൽകാറുണ്ട്. അതായത്, നമ്മളൊരു എക്സ്റേ നോക്കുമ്പോൾ, ഒരു സാധാരണ വ്യക്തി എക്സ്റേ നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ഒരു ഡോക്ടർ ആ എക്സ്റേ നോക്കുമ്പോൾ ഡോക്ടറിന് അറിവുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്റേ നോക്കുമ്പോൾ ആ ഡോക്ടറിന് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ എക്സ്റേയിലുള്ള ഓരോ സംഭവങ്ങളും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ നമ്മൾ ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എക്സ്റേ നോക്കുന്ന പോലെയാണ് ഈ ലോകത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തിയെടുക്കാം എന്നൊക്കെ ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമുക്ക് തുടങ്ങാം. ഭക്തർ ലൈവിൽ വരുന്നവരെ നമുക്ക് ചെറിയൊരു കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. जय राधा माधव, जय कुंज बिहारी, जय राधा माधव, जय कुंज बिहारी, जय गोपी जन वल्लभ, जय गोपी जन वल्लभ, जय गिरिवरधारी, जय गिरिवरधारी. यशोदानंदन ब्रज जन रंजन, यशोदानंदन ब्रज जन रंजन, यशोदानंदन ब्रज जन रंजन, यशोदानंदन ब्रज जन रंजन. यमुना तीरावनचारी, यमुना तीरावनचारी, जय कुंज बिहारी, जय कुंज बिहारी. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. श्री राधा मदन गोपाल जी की, श्री राधा पवनपुराधीशन की,
ഗോലോകേര പ്രേംധന ഹരിനാമ സങ്കീർത്തൻ കി. നമുക്ക് ആരംഭിക്കാം. गौरांग महाप्रभु की, नित्यानंद प्रभु की, पंचतत्व की, प्रभुपाद जी की, गुरु महाराज की जय. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഭക്തിയുടെ മേന്മ പറഞ്ഞു കൊടുക്കുകയാണ് ആര്? നാരദ മഹർഷി വ്യാസ മഹർഷിക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാരദ മഹർഷി പോയതിനു ശേഷം വ്യാസ മഹർഷി അവിടെ ധ്യാന നിമഗ്നായിട്ടിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം പഠനത്തിലൂടെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും മാറും, ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കും, നമ്മുടെ എല്ലാ തരത്തിലുള്ള വ്യാമോഹവും ഭയവും നഷ്ടപ്പെടും. അതിനുശേഷം നമ്മൾ മഹാഭാരതത്തിലേക്ക് കടന്നു. ഇന്നലെ നമ്മൾ മഹാഭാരതത്തെക്കുറിച്ച് ചെറുതായിട്ട് ചർച്ച ചെയ്ത് തുടങ്ങി അല്ലേ? കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം അശ്വത്ഥാമാവ് പാണ്ഡവരുടെ 5 കുട്ടികളെയും രാത്രിക്ക് വധിക്കുകയാണ്, തലയർത്ത് കൊല്ലുകയാണ്. അഘോരമായിട്ടുള്ള ആ കാഴ്ച കണ്ടപ്പോൾ ദ്രൗപദി ദേവിക്ക് എന്ത് പറയണം പറഞ്ഞില്ല. അർജുൻ, ഭഗവാൻ കൃഷ്ണൻ രണ്ടുപേരും കൂടെ ഉടനെ രഥത്തിൽ കയറി അശ്വത്ഥാമാവിനെ പിടിക്കാൻ പോവുകയാണ്. അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം അയക്കുന്നു. ബ്രഹ്മാസ്ത്രത്തെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുൻ വീണ്ടും ഒരു ബ്രഹ്മാസ്ത്രത്താൽ തടയുകയാണ്. അതിനുശേഷം 2 അസ്ത്രത്തെയും അർജുൻ പിൻവലിപ്പിക്കുകയാണ്. അതിനുശേഷം അശ്വത്ഥാമാവിനെ ബന്ദിയാക്കി ദ്രൗപദി ദേവിയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ദ്രൗപദി ദേവി പറയും, അദ്ദേഹത്തെ വെറുതെ വിടുമെന്ന് പറയുകയാണ്. എന്തുകൊണ്ട് വെറുതെ വിട്ടു? കാരണം ബ്രാഹ്മണന്റെ മകനാണ്. അദ്ദേഹം ബ്രാഹ്മണനല്ല. കാരണം ബ്രാഹ്മണന്റെ ഒരു പ്രവൃത്തി അല്ലല്ലോ ഈ പ്രവൃത്തി, അല്ലേ? ക്ഷത്രിയന്മാർ പോലും ചെയ്യാത്തൊരു പ്രവൃത്തി, നീചപ്രവൃത്തിയാണ് ആര് ചെയ്തിരിക്കുന്ന? അശ്വത്ഥാമ. അതുകൊണ്ട് ആളിപ്പോൾ ദ്വിജനല്ല. ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവനല്ല. എൻ്റെ അർത്ഥം എന്താ? ജന്മനാത് ജായതേ ശൂദ്ര. ജന്മം കൊണ്ട് നമ്മളെല്ലാവരും ശൂദ്രരാണ്. സംസ്കാരേത് ഭവേത് ദ്വിജ. സംസ്കാരം കൊണ്ടാണ് നമ്മൾ ദ്വിജന്മാരായിട്ട് മാറുന്നത്. വേദ പഠന്തി ഇതി വിപ്ര. ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിപ്രന്മാരായി. ബ്രഹ്മജ്ഞാന ഇതി ബ്രാഹ്മണ. ബ്രഹ്മത്തെ അറിയുമ്പോൾ, അതായത് ആധ്യാത്മികമായി ഭഗവാനെ കുറിച്ചുള്ള സാക്ഷാത്കാരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ ബ്രാഹ്മണനായി മാറുന്നു. അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും അല്ല, അങ്ങനെയുള്ള ഭഗവാനെക്കുറിച്ചുള്ള അറിവുള്ള വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഇദ്ദേഹം. അതുകൊണ്ട് ബ്രാഹ്മണനല്ല. പക്ഷെ എന്നാലും ഗുരുവിൻ്റെ മകനാണ്. ഗുരുപത്നിയായ കൃപി വിഷമിക്കും എന്നതിൻ്റെ പേരിൽ അശ്വത്ഥാമാവിനെ വെറുതെ പിടിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് അവൻ ചെയ്ത തെറ്റിന് അവന് നല്ല ശിക്ഷയും ലഭിക്കണം. അതുകൊണ്ട് പൊതുവെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ, അവർ ആ കുലത്തിൽ ജനിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ പൂർവജന്മ സുഹൃതം കൊണ്ടാണ്. അതുകൊണ്ട് അവർ സാധാരണ രീതിയിലുള്ള ശിക്ഷയ്ക്ക് അർഹനുമല്ല. അതുകൊണ്ട് അർജുൻ എന്ത് ചെയ്തു? അശ്വത്ഥാമാവിൻ്റെ തല മുണ്ടനം ചെയ്ത് മുടിയെല്ലാം ഷേപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നെറ്റിയിലുള്ള അമൂല്യമായിട്ടുള്ള രത്നത്തെ പറിച്ചെടുക്കുകയാണ്. ഇത് മരണതുല്യമായിട്ടുള്ള ഒരു ജീവിതമാക്കി മാറ്റുകയാണ് അശ്വത്ഥാമാവിൻ്റെ. ഇനി നമുക്ക് മുന്നോട്ട് പഠിക്കാം.
കൃഷ്ണ, ഞാൻ അടുത്ത ഭാഗം ഒന്ന് എടുക്കുക കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ സ്വന്തം മക്കളെ കൊന്നതിന് ശേഷവും ആ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഭക്തർ പൊതുവേ സഹനശക്തി ഉണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം, മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായിട്ട് കാണാൻ കഴിയണം. അതും പ്രത്യേകിച്ച് അവരോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്ന വ്യക്തികളോട് പോലും ആ ഒരു ക്ഷമ, സഹനശക്തി, കാരുണ്യം കാണിക്കണം. ഇത് ഭക്തരുടെ ലക്ഷണമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്നലെയും പഠിച്ചിരുന്നു. അപ്പോൾ പാണ്ഡവരുടെ വലിയൊരു ഗുണമാണ് ഇത്. ഇത്രയും വിപരീത സാഹചര്യത്തിലും അവർ ഭഗവാനെ മറക്കുന്നില്ല, അവരുടെ ധർമ്മം മറക്കുന്നില്ല. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, ശാരീരിക വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണോ, അതോ ആധ്യാത്മിക നിലവാരമനുസരിച്ച് തീരുമാനമെടുക്കണോ? ഇതിനനുസരിച്ചാണ്, ഓരോ നിമിഷവും നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ ശരീരബോധത്തിൽ കൂടുതൽ വ്യാപൃതനായി പോകുന്നത്. ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ തീരുമാനങ്ങൾ വരും, അവസരങ്ങൾ ലഭിക്കും. ആ അവസരങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാഠമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും വികാരത്തിൻ്റെ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ മനസ്സ് പറയുന്നത് കേൾക്കാതെ എന്താണോ ശരിയും തെറ്റും അത് ഭാഗവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുക. പാണ്ഡവർ എന്താ ചെയ്തത്? അവരോട് ചെയ്ത തെറ്റുകൾ, അവരോട് തെറ്റ് ചെയ്ത വ്യക്തികൾ മുന്നിൽ വരുമ്പോൾ അവരൊരിക്കലും അധർമ്മം ചെയ്യാറില്ല. മുന്നിലുള്ള വ്യക്തി അധർമ്മം ചെയ്താൽ, യുദ്ധകളത്തിൽ അവർ അധർമ്മം ചെയ്തതായിട്ട് തോന്നും, പക്ഷെ അതിനൊരു സാങ്ഷൻ കിട്ടിയിരുന്നു. ഭഗവാൻ സ്വയം പറഞ്ഞതുകൊണ്ടാണ്. അല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാറില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അത്ര എളുപ്പമല്ല ഭഗവാന്റെ ഭക്തരാവുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ഒരു ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അല്ലാതെയുള്ള പ്രവൃത്തിയിലൂടെ നമുക്കൊരിക്കലും സമാധാനം കിട്ടത്തില്ല. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീയ ഗുണങ്ങളനുസരിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, പാണ്ഡവരും ദ്രൗപദി ദേവിയും പിന്നെ ഒരുപാട് ദുഃഖത്തിലാണ്ടുപോയി. ശേഷക്രിയകളെല്ലാം ചെയ്തു, മക്കൾക്ക് വേണ്ടിയും പേരെ മരിച്ച ആൾക്കാർക്ക് വേണ്ടി. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ കൊണ്ട് 3 അശ്വമേധ യജ്ഞം ചെയ്യിപ്പിച്ചു. അതിലൂടെ സാക്ഷാൽ ദേവേന്ദ്രനെ പോലെ ഉള്ള ഒരു കീർത്തി യുധിഷ്ഠിരൻ ലഭിച്ചു. ഒരു മിനിറ്റ്. ഭഗവാൻ യുധിഷ്ഠിരനെ കൊണ്ട് 3 അശ്വമേധ യജ്ഞം ചെയ്യിപ്പിച്ചു. അതിലൂടെ യുധിഷ്ഠിരന്റെ കീർത്തി ദേവേന്ദ്രനെ പോലെയായിരുന്നു. അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്.
ആ സമയത്ത് ഉത്തരാദേവി ഓടി വരികയാണ് ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത്. ദേവി ഗർഭവതിയായിരുന്നു. പക്ഷെ ഭഗവാന്റെ സംരക്ഷണത്തിനായിട്ട് യാചിക്കുകയാണ്. എന്ത് സംഭവിച്ചു? ഇവിടെ ദേവിയുടെ സ്തുതിയിൽ പറയുന്നത്, ഭഗവാൻ കൃഷ്ണ, ഭഗവാനെ, അങ്ങല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമില്ല. ശക്തമായിട്ട് ഈ അസ്ത്രം എനിക്ക് നേരെ വരികയാണ്. അതെന്നെ നശിപ്പിച്ചാലും എൻ്റെ ഉള്ളിലുള്ള ആ കുട്ടിയെ നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാൻ അപ്പോൾ മനസ്സിലായി, അശ്വത്ഥാമാവ് പാണ്ഡവ വംശത്തിലെ അവസാനത്തെ ആ കുട്ടിയെ പോലും കൊല്ലാൻ വേണ്ടി ഈ നീചപ്രവൃത്തി ചെയ്തു എന്ന് ഭഗവാൻ മനസ്സിലായി. എന്നിട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അശ്വത്ഥാമാവ് അസ്ത്രമായിരിക്കും ആലോചിച്ചു. ഉടൻ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഉത്തരാമാതാവിൻ്റെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ഒരു തള്ളവിരലിൻ്റെ അത്രയും ആകൃതി, അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് ഭഗവാൻ ഉത്തരാമാതാവിൻ്റെ ഗർഭത്തിൽ കയറി. എന്നിട്ട് എന്ത് ചെയ്തു? പരീക്ഷത്തിനെയും രക്ഷിച്ചു, ഉത്തരാദേവിയെയും രക്ഷിച്ചു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ ശക്തിയെ നിർവീര്യപ്പെടുത്തി. ഇവിടെ ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിക്കുന്ന ഭക്തരെ ഭഗവാൻ ഒരു കാരണവശാലും കൈവിടത്തില്ല. അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ ആ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല. അത് ഭഗവാന്റെ ഭക്തവത്സലതയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കേണ്ടത്? ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെ, ഭഗവാന്റെ സത്സംഗം കേട്ട്, ഭഗവാന്റെ നാമം പഠിച്ചുകൊണ്ടും, അതായത് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചുകൊണ്ടും, അന്നേരം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഭഗവാനെ ബോധ്യപ്പെടുത്തണം നമ്മൾ എത്രത്തോളം ഭഗവാനെ ആശ്രയിക്കുകയാണ്. ഒരാളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്ന പോലെ നമ്മൾ ജീവിക്കണം, അല്ലേ? അതായത് ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലുള്ള എല്ലാവരും ആ ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുകയാണ്, അല്ലേ? ആ വ്യക്തി പുറത്തുപോയി ജോലി സ്ഥലത്ത് നിന്നും കൊണ്ടുവരുന്ന ഒരു കാശിൽ നിന്നായിരിക്കും കുടുംബം എല്ലാം നടന്നു പോകുന്നത്. അതേപോലെ ചിലപ്പോൾ വീട്ടമ്മയും പുറത്തുപോയി ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അന്നേരം അവർ രണ്ടുപേരെ ആയിരിക്കും ആ വീട്ടിലുള്ള എല്ലാവരും ആശ്രയിക്കുന്നത്. അതേപോലെ നമ്മളെല്ലാവരും ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ്. അതായത് ഭഗവാനെ ആശ്രയിക്കുന്നവരും ഭഗവാനെ ആശ്രയിക്കാത്തവരും എല്ലാവരും ഈ പ്രപഞ്ചം മൊത്തത്തിൽ അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ശ്വസിക്കുന്ന വായു മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം, നമ്മുടെ ഈ ശരീരം എല്ലാം ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്നും നമ്മുടേതായിട്ടുള്ള കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഇനി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ലഭിക്കണമെങ്കിലും നമ്മുടെ ചുറ്റുപാടും എല്ലാം പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഭഗവാനെ ആശ്രയിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭഗവാനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു ഭക്തന്റെ പ്രത്യേകത എന്താ? ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ആശ്രയമെന്ന് ഭക്തൻ തിരിച്ചറിയുന്നു. പക്ഷേ ഭഗവാന്റെ ഭക്തരല്ലാത്തവർ അതിനെ അംഗീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, സമ്മതിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. അവർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ഇതെല്ലാം സാങ്കല്പികമാണ്, ഇതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള മണ്ടൻ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ എന്നതിൻ്റെയൊക്കെ പേരിൽ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളെങ്ങനെയായിരിക്കണം? ഭഗവാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യം എന്താണ്? മത്സ്യമാംസാദികൾ കഴിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നത്, ചൂത് കളിക്കുന്നത്. ഇത് കലിയുഗത്തിൽ വർജിതമാണ്. ഇത് ഏറ്റവും വലിയ പാപകർമ്മങ്ങളാണ് ഈ നാലും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ 4 കാര്യങ്ങൾ ചെയ്യരുത്. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് കൂടുതൽ അറിയണം? കൂടുതൽ നമ്മളുടെ ഭഗവാനോടുള്ള വിശ്വാസം വർദ്ധിക്കാനും സാക്ഷാത്കാരം വർദ്ധിക്കാനും, അല്ലേ? ഉദാഹരണത്തിന് അമേരിക്കയിൽ ഒരിക്കലും പോകാത്ത വ്യക്തിക്ക് അമേരിക്ക ഉണ്ടെന്നുള്ള വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോഴും അത് അമേരിക്കയിലുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോഴും
അവിടെയുള്ള കാര്യം, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, അതിനു വേണ്ടി ഉള്ള മുൻകൂട്ടിയുള്ള മുൻകരുതലുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി ആ അമേരിക്കയെക്കുറിച്ചുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ അമേരിക്ക എങ്ങനെയാണോ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യമല്ലാത്തത്, അതേപോലെ ഭഗവാനും ഭഗവാന്റെ ലോകം സാങ്കല്പികമല്ല, യാഥാർത്ഥ്യമാണ്. ഇപ്പം കലിയുഗം ആയതുകൊണ്ട്, അത് കൂടാതെ കൂടുതൽ പേർക്കും ആ പരമോന്നതനായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് അറിയാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അത് അവിശ്വസനീയമായിട്ട് തോന്നും, സാങ്കല്പികമായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ശാസ്ത്രങ്ങളെ വിശ്വസിക്കണം. കാരണം ഇതെല്ലാം എഴുതിയത് സാധാരണ വ്യക്തികളല്ല, ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമുനിമാരാണ്. വ്യാസമഹർഷിയാണ് ഇതിനെ എഴുതിയത്. ആ വ്യാസമഹർഷിയുടെ പരമ്പരയിലൂടെ പല പല ആചാര്യന്മാരിലൂടെയാണ് നമുക്ക് ഈ അറിവുകളൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും നമുക്ക് ഒരിക്കലും നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ, അതായത് ഉത്തരാമാതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ ഉത്തരാദേവിയെയും ഗർഭത്തിലുള്ള ആ കുട്ടിയെയും രക്ഷിച്ചപ്പോൾ കുന്തി ദേവിക്ക് ഒരുപാട് കൃതജ്ഞത, ഭക്തി, ഭഗവാനോട് ഭക്തിയൊക്കെ വർദ്ധിച്ചു. അന്നേരം പാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിയുടെ ഒരു ചുരുക്കമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദേവി പറഞ്ഞു, കൃഷ്ണ, അങ്ങാണ് ആദി പുരുഷൻ. അജ്ഞരായിട്ടുള്ള വ്യക്തികൾക്കൊന്നും അങ്ങേ തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങേ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ തത്വചിന്തകന്മാർക്കും ഈ ലോകത്തിലെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചവർക്ക് മാത്രമേ അങ്ങേ തിരിച്ചറിയാൻ കഴിയൂ. പിന്നെ എന്നെപ്പോലുള്ള സാധാരണ സ്ത്രീകൾക്ക് അങ്ങേ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം എന്നൊക്കെ കുന്തിദേവി പറയാം. കുന്തിദേവി ഒരു സാധാരണ സ്ത്രീയല്ല, പക്ഷേ ഒരു ഭക്ത എങ്ങനെയായിരിക്കണം എന്ന് നമ്മളിവിടെ പഠിക്കുകയാണ്. ഇത്രയും ഉയർന്ന ഭഗവാനായിട്ടൊരു ബന്ധം ഉണ്ടായിട്ട് പോലും കുന്തിദേവി ഞാൻ വളരെ നിസ്സാര വ്യക്തിയാണെന്ന് സ്വയം ചിന്തിക്കുകയാണ്. ഭക്തരെപ്പോഴും അങ്ങനെയായിരിക്കും, നമ്മളൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. അതിവിടെ പറയുന്നു, ഞാനൊരു സാധാരണ സ്ത്രീയാണ്, അങ്ങ് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? പക്ഷെ എന്നിട്ടും എൻ്റെ എത്ര വലിയ ഭാഗ്യമാണ് നോക്കണേ, അങ്ങയുടെ സുന്ദരമായ രൂപത്തെ കാണാൻ കഴിയുന്നത്. അങ്ങ് എൻ്റെ മക്കളെ രക്ഷിച്ചു പലതരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും. ആ ദുരിതങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ വരട്ടെ. കാരണം എന്താ, ആ ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. കാരണം അങ്ങയുടെ ദർശനം സംസാര സാഗരത്തിൽ നിന്നും, ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്നും എന്നെ രക്ഷിക്കും. ജനന മരണ ചക്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ദർശനം മാത്രമാണ്. ഭൗതിക സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അങ്ങേ അറിയാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതായത് ഉയർന്ന കുലത്തിലുള്ള ജനനം, സൗന്ദര്യം, സമ്പദ് സമൃദ്ധി, പ്രശസ്തി, ഇതിലൊക്കെ മത്ത് പിടിച്ച ആൾക്കാർക്ക്, ഉന്മാദാവസ്ഥയിലിരിക്കുന്നു, ഞാൻ വലിയ കുലത്തിൽ ജനിച്ച വ്യക്തിയാണ്, ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ്, അന്നേരം സ്വയം ഇങ്ങനെ അവരുടെ ഐശ്വര്യത്തിൽ, ഭഗവാന്റെ കാരുണ്യത്താൽ ലഭിച്ച ഐശ്വര്യത്തിൽ അഹങ്കരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ഭൗതികമായിട്ട് ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് അങ്ങയുടെ ജനനം, അങ്ങയുടെ ലീലകൾ ഇതെല്ലാം അതീന്ദ്രിയമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരിക്കലും അങ്ങയുടെ അതീന്ദ്രിയ അവസ്ഥയെ മനസ്സിലാക്കണമെങ്കിൽ ഭൗതിക സുഖഭോഗങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ഭൗതിക സുഖഭോഗങ്ങളോടുള്ള അഭിവാഞ്ചകളിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തികൾ, അവർക്ക് മാത്രമേ അങ്ങയെ തിരിച്ചറിയാൻ കഴിയൂ. അങ്ങ് അവതരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? അങ്ങയുടെ ഭക്തർക്ക് വേണ്ടിയാണ്. അങ്ങയുടെ ഭക്തർക്ക് പ്രചോദനം നൽകാനും, അങ്ങ് അവർക്ക് എന്നൊരു സംരക്ഷണമായിട്ടുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഉറപ്പ് നൽകാനും, അതുകൂടാതെ ഒരു ഭക്ത ചോദിക്കുന്നു, ദ്രൗപദി ദേവിക്ക് ഇത്രയും പ്രത്യാഘാത കാരണം പറഞ്ഞു തരാമോ?
ഞാൻ പറഞ്ഞില്ലേ, ദ്രൗപദിയെ ഒരിക്കലും അർഹിക്കുന്നതല്ല. അതുകൊണ്ടല്ലേ ദുര്യോധനാദികൾക്ക് ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം ഒരു സാധുവായിട്ടുള്ള ഒരു സ്ത്രീയെ ഇത്രയും ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നു? അന്നേരം ഇതൊരു പരീക്ഷയായിരുന്നു. ആർക്ക്? ദുര്യോധനാദികൾക്ക്. അവരുടെ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ തീരുമാനം എന്തായിരിക്കും? അവർ വിപരീതമായിട്ടുള്ള തീരുമാനങ്ങളെടുത്തു. കാരണം അവർ ഭരിക്കാൻ യോഗ്യരല്ല. അതുകൊണ്ട് അവരെ ഭഗവാൻ മാറ്റി. ഭൂഭാരം തീർക്കാൻ ഭഗവാൻ വന്നതാണ്. പക്ഷെ അതിന് ദുര്യോധനാദികൾ ഒരു കാരണമായി മാറി എന്നേ ഉള്ളൂ. ഇനി ദുര്യോധനാദികൾ കാരണമായി മാറിയില്ലായിരുന്നു എങ്കിൽ, അതായത് അവരവരുടെ തെറ്റുകളൊക്കെ തിരുത്തി അവർ നേരെ ചൊവ്വേ ക്ഷമയൊക്കെ ചോദിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നെങ്കിൽ ഭഗവാൻ ഭൂഭാരത്തെ വേറെ ഏതെങ്കിലും രീതിയിൽ തീർത്തേനെ. ചില വ്യക്തികൾ പറയും എല്ലാം ഭഗവാന്റെ പ്ലാനാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ പ്ലാനാണ്. പക്ഷെ എല്ലാത്തിനും കുറ്റക്കാരൻ ഭഗവാനല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ഭഗവാന്റെ പ്ലാനാണെന്ന് പറയുമ്പോൾ പിന്നെ ദുര്യോധനൊന്നും ഒരു തെറ്റ് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അങ്ങനെയല്ല. അവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് ഭഗവാൻ തീരുമാനങ്ങളെടുത്തു. ഭഗവാൻ എന്തായാലും വന്നു. അതായത് ഒരു കളി നടക്കുമ്പോൾ മുന്നിലുള്ള ബോളർ ഏത് രീതിയിൽ ബോൾ എറിയുന്നുവോ അതിനനുസരിച്ചല്ലേ ബാറ്റ്സ്മാൻ അടിക്കുന്നത്. അല്ലാതെ ബോൾ എങ്ങനെ വന്നാലും ഇങ്ങനെ തന്നെ അടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയല്ലല്ലോ നടക്കുന്ന കാര്യങ്ങൾ. അതേപോലെ ഭഗവാൻ ഭൂഭാരം തീർക്കാൻ വേണ്ടി വന്നു. അതായത് ഒരു ബാറ്റ്സ്മാൻ ബാറ്റിംഗ് ചെയ്യാൻ വന്നു. പക്ഷെ ബോൾ എങ്ങനെ വരുന്നു അതിനനുസരിച്ചായിരിക്കും ബാറ്റ് അടിക്കുന്നത്. അതായത് അതേപോലെ ഒരു സ്വാതന്ത്ര്യം ഭഗവാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ ഇതിൽ മഹാഭാരതത്തിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അതായത് ദുര്യോധനൻ എന്ന് പറയുന്നത് കൽക്കിയുടെ തന്നെ ഒരു അംശമാണ്. അതുകൂടാതെ ബലരാമസ്വാമിയുടെ ബാല്യഭക്തനുമാണ് കൽക്കി. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങൾ. അതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിലും നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവരെ ന്യായീകരിക്കുമ്പോൾ, ദുര്യോധനാദികളെ ന്യായീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം വിധിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പാണ്ഡവരുടെ ത്യാഗത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. പാണ്ഡവർ ആരൊക്കെയാണെങ്കിലും ദുര്യോധനാദികൾ ആരൊക്കെയാണെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്കെങ്ങനെ ഭക്തിയിൽ പുരോഗമിക്കാവുന്നതാണ്. അന്നേരം ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിധിയെ മാത്രം എല്ലാം പറയാൻ പാടില്ല. എല്ലാം വിധിയാണ്, എല്ലാം വിധിയാണെന്ന് പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ എന്നിട്ട് വിധിയാണെന്ന് പറയാമല്ലോ. അതല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അന്നേരം വ്യക്തമായിട്ട് ആ വിധിയുടെ ഭാഗത്തെ മാറ്റി. കാരണം വിധി എന്ന് പറയുന്നത് ഭഗവാന്റെ റിസൾട്ടാണത്. പക്ഷെ തീരുമാനങ്ങൾക്ക് അടിസ്ഥാനത്തിലാണല്ലോ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ ഒരു പരീക്ഷയിൽ കുട്ടികൾക്ക് ഒരേ സബ്ജക്റ്റാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, ഒരേ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും ലഭിക്കുന്നത്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള മാർക്സുകളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഓരോ കുട്ടികളും എത്രത്തോളം കഷ്ടപ്പെട്ടു, എത്രത്തോളം പഠിച്ചു, എത്ര ഭംഗിയായിട്ട് ഉത്തരം എഴുതി, അതിനനുസരിച്ചല്ലേ. അത് ടീച്ചർ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളുടെ അടുത്തെങ്കിലും അവരെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലേ അവർക്ക് മാർക്ക് കിട്ടും. അതേപോലെയാണ്. അത്തരം സാഹചര്യങ്ങൾ എല്ലാവരുടെ മുമ്പിലും വരും. അന്നേരം ആ സാഹചര്യത്തിൽ അവരെങ്ങനെ തീരുമാനം എടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. അപ്പം കർണനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർണൻ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അർഹിക്കുന്നത് ഇത് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പാണ്ഡവരുടെ അർഹതപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടിട്ടും അവർ ഒരു കംപ്ലൈൻറ്റും പറയാതെ, എന്ത് പറയാനാ, മുതിർന്നവരിങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അവർ നേരെ വനവാസത്തിലേക്ക് പോവുകയാണ്. ഒരു 12 വർഷം വനവാസവും സഹിച്ച് 1 വർഷം അജ്ഞാതവാസവും സഹിച്ചതിന് ശേഷം അവർ തിരിച്ചു വരികയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത്. അപ്പോൾ കുന്തിദേവി പറയുന്നു, അഹങ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക്, അതായത് അവർക്ക് ലഭിച്ച ജനനം, കുലമഹിമ, കാശ്, സമ്പത്ത്, പ്രശസ്തി, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഹങ്കരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അങ്ങേ മനസ്സിലാക്കാൻ കഴിയില്ല ഭഗവാനെ. പക്ഷെ അതേ സമയത്ത് ഭൗതികമായിട്ടുള്ള എല്ലാ അഭിവാഞ്ചകളിൽ നിന്ന് മുക്തരായ വ്യക്തികൾ, അവർക്ക് ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തവർ, അവർക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അങ്ങ് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങ് എപ്പോഴും ഇവിടെ വരുന്നത് അങ്ങയുടെ ഭക്തർക്ക് ഒരു പ്രചോദനം നൽകാനാണ്,
അവരുടെ ഉള്ളിൽ അങ്ങയെക്കുറിച്ചുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കാനാണ്. അതിലൂടെ എല്ലാവർക്കും അങ്ങനെ തൃപ്പാദത്തെ ആശ്രയിക്കാൻ കഴിയും. അതായത് ഞാൻ എപ്പോഴും സത്സംഗത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും ഓർത്തിരിക്കണം, ഞാൻ ഉൾപ്പെടെ. അതായത് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല, ഭഗവാന്റെ ലോകത്തിരിക്കേണ്ടവരാണ്. പക്ഷേ നമ്മളത് മറന്നുപോയി നമ്മളിവിടെ വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ വരുമ്പോൾ ഭഗവാനെ കണ്ട് ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ ലീലകൾ എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം നമ്മൾ ചെയ്യുന്ന പോലെയല്ല ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ടാണ് അതിനെ ലീലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ വരികയും ഭഗവാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ഈ വ്യക്തി ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചു തുടങ്ങും. ഭഗവാൻ ഇവിടെ വന്നില്ല എങ്കിൽ നമ്മൾ ഭഗവാനെ അന്വേഷിക്കുമോ? ഇല്ല. നമ്മൾ വരുന്നത് അവിടെ നിന്നാണേ. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ നേരിട്ട് ഭഗവാനെ കണ്ടിട്ടില്ല എങ്കിൽ പോലും ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇത്രയും ആകർഷണമാണ് എങ്കിൽ ഭഗവാനെ കാണുമ്പോൾ എന്താ ആകർഷണമായിരിക്കും? ഭഗവാന്റെ കൂട്ടത്തിൽ കുറച്ച് നേരം നിൽക്കുമ്പോൾ എന്തായിരിക്കും ആകർഷണം, അല്ലേ? അന്നേരം ആ ഒരു ആകർഷണം തന്നെയാണ് നമ്മളെ ഈ ലോകത്തിൽ നിന്നും കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിക്കും, ഈ വ്യക്തി ആരാണ്? ഭഗവാൻ ആരാണ്? ഭഗവാൻ ഗുരുവായൂരപ്പനെ കാണാൻ എന്താ വഴി? പൂന്താനം കണ്ടിട്ടുണ്ട്, കുറൂരമ്മ കണ്ടിട്ടുണ്ട്, പാണ്ഡവർ കണ്ടിട്ടുണ്ട്, കുന്തിദേവി കണ്ടിട്ടുണ്ട്. കണ്ടവരെല്ലാം പറയുന്നത് ഇത്രയും സുന്ദരനായിട്ട് ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്നാണ്. അതുകൂടാതെ അദ്ദേഹം സർവോപരി പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ലോകത്തിലിരുന്നവരാണ്. എനിക്ക് അദ്ദേഹത്തെ കാണാൻ എങ്ങനെയാണ്, എന്താണ് വഴി? അപ്പോൾ നമ്മൾ പഠിക്കും, ഓക്കെ, നാമം ജപിക്കണം, ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി എടുക്കുമ്പോൾ ശ്രീ പ്രഭുപാദി പറയുന്നു, ഡോണ്ട് ട്രൈ ടു സീ കൃഷ്ണ, സെർവ് കൃഷ്ണ ഇൻ സച്ച് എ വേ ദാറ്റ് കൃഷ്ണ വാണ്ട്സ് ടു സീ യു. ഇത്ര മനോഹരമായിട്ടുള്ള വചനങ്ങളാണ്. അതായത് നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ കാണാൻ നോക്കണ്ട, നിങ്ങൾ ഭഗവാൻ പറഞ്ഞതുപോലെ സേവനങ്ങൾ ചെയ്യൂ. ഭഗവാന് വേണ്ടി ഭഗവാന് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സേവനം ചെയ്യൂ. അപ്പോൾ ഭഗവാൻ കൃഷ്ണന് നിങ്ങളെ കാണാൻ തോന്നും. നമുക്ക് ഭഗവാൻ കൃഷ്ണനെ കാണാൻ കഴിയില്ല, കാരണം നമുക്കൊരു യോഗ്യതയില്ല. പക്ഷെ ഭഗവാന് നമ്മളെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും. അതായത് അർദ്ധരാത്രിയിൽ സൂര്യദേവനെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുന്ന ആ ഉദിച്ചു വരുന്ന ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കണം, ആ ദിശയിലേക്ക് നോക്കണം. അതേപോലെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും. അത് തന്നെയാണ് ഭഗവാന്റെ ഉദ്ദേശം. ഇപ്പോൾ ഭൂഭാരത്തെ തീർക്കാൻ ഭഗവാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഭഗവാൻ എവിടെ ഇരിക്കുന്നു അവിടെ നിന്ന് വിചാരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ ഭഗവാൻ മറ്റു അവതാരങ്ങളോടൊപ്പം ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ഇങ്ങനെ ഒരാളും കൂടെ ഉണ്ട് എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താവും? ആചാര്യന്മാരെല്ലാം അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യും, അതെല്ലാം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യും. അതിലൂടെ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാൻ അവസരം കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും കൂടെ നേരത്തെ നൽകുന്ന ഉദാഹരണങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യാം. അതായത് നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കാം. പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരു നായകനോ നായികയോ അവർക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി അവരുടെ പൂർവ്വകാല കാര്യങ്ങളൊക്കെ മറന്നുപോയി. അവരാരാണ്, എവിടെയാണ്, എന്താണെന്നൊക്കെ മറന്നുപോയി. എന്നിട്ട് അവർ എന്തോ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഈ ആക്സിഡന്റ് ആകുന്നതിന് മുമ്പേ അവർ ആരായിരുന്നു എന്ന് അവർക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അവരത് മറന്നുപോയി. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവർ കാണുമ്പോൾ എന്തു പറ്റും? അവർക്ക് ആ ഓർമ്മകൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അന്നേരം നമുക്ക് ഭഗവാനായിട്ടൊരു ശാശ്വത ബന്ധമുണ്ട്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. കൃഷ്ണ എന്ന് ജപിക്കുമ്പോൾ ഓക്കെ, അത് ഭഗവാൻ കൃഷ്ണൻ, യശോദാനന്ദനൻ, അങ്ങനെ ഭഗവാന്റെ സുന്ദര രൂപം, ഇതൊക്കെ ഓർമ്മ വരും. അങ്ങനെ അദ്ദേഹത്തെ സ്മരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം
അഷ്ടാംഗ യോഗ വഴിയും ജ്ഞാനമാർഗത്തിലൂടെയൊക്കെ നമ്മൾ ആ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭക്തി മാർഗത്തിലൂടെ ആരെയാണോ അന്വേഷിക്കുന്നത് ആ വ്യക്തിയെ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യുകയാണ്, ഡയറക്റ്റ്ലി സമീപിക്കുകയാണ്. അതായത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട വ്യക്തിയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഭക്തിയിലൂടെ. ഇനി ഭക്തിയിലൂടെ മാത്രമേ ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിയൂ. ജ്ഞാനമാർഗമാണെങ്കിലും അഷ്ടാംഗ മാർഗത്തിലൂടെ ആണെങ്കിലും അതിൻ്റെ പരിപക്വ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി തന്നെയാണ്. കാരണം അവർക്കെല്ലാം ഭക്തിയിലെത്തിയെങ്കിൽ മാത്രമേ അടുത്ത തലത്തിലേക്ക് ഉയരാൻ കഴിയൂ. അല്ലെങ്കിൽ അവരുടെ അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് മനസ്സിലാക്കുക, അഷ്ടാംഗ യോഗത്തിലൂടെ ലഭിക്കുന്ന സിദ്ധികളല്ല യഥാർത്ഥ ആധ്യാത്മിക പുരോഗതി. ആധ്യാത്മിക പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ഭഗവാനെ മനസ്സിലാക്കി, എത്രത്തോളം ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചോ, എത്രത്തോളം ഭഗവത് സാക്ഷാത്കാരം കിട്ടുന്നു, അതാണ് ഒരു വ്യക്തിയുടെ ആധ്യാത്മിക പുരോഗതി. ഇത് മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഭക്തർക്ക് ചോദിക്കാം കേട്ടോ. അടുത്ത ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്, മൊബൈൽ ഒന്ന് സ്ലോ ആയി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ കുന്തിദേവിയുടെ സ്തുതിയുടെ ചുരുക്കമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കുന്തിദേവി പറയുകയാണ്, അങ്ങ് ഈ ലോകത്തിൽ വരുമ്പോഴാണ്, അങ്ങ് ഈ ലോകത്തിൽ വരുന്നത് തന്നെ അങ്ങയുടെ ഭക്തർക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ പരമസൗഭാഗ്യമാണെന്ന് കുന്തിദേവി പറയുന്നു. കുന്തിദേവിയുടെ ആ സ്തുതിയിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഈ കാര്യമാണ്, ഞാനിപ്പോൾ പറയുന്ന കാര്യമാണ്. എല്ലാവർക്കും നോട്ട് ചെയ്യാം. ഭൗതിക നേട്ടങ്ങളിൽ അഹങ്കരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ അദൃശ്യനായിരിക്കും, ഭഗവാൻ ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷേ ഭഗവാനെ ഹൃദയാംഗതമായിട്ട് സ്നേഹിക്കുന്ന ഭക്തർക്ക് അദ്ദേഹം എപ്പോഴും സുലഭ്യമായിരിക്കും. അതായത് നമ്മൾ നമ്മുടെ നേട്ടങ്ങൾ, നമുക്ക് ലഭിച്ച കഴിവുകൾ ഇതിൽ അഹങ്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഭക്തരാണെങ്കിൽ പോലും നമ്മൾ അതിലൊക്കെ അഹങ്കരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഭഗവാനെ കാണാൻ കഴിയില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഭഗവാന്റെ ഭക്തനാണ്, ഹൃദയാംഗതമായിട്ട് ഭഗവാനെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയും എന്നാണ് ഈ കുന്തിദേവിയുടെ സ്ഥിതിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സ്തുതിയെല്ലാം കഴിഞ്ഞപ്പോൾ കുന്തിദേവി ഒരുപാട് വിരഹവേദന അനുഭവിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാൻ കൃഷ്ണനെ ആശ്രയിച്ചിട്ടുണ്ട്. പാവം കുന്തിദേവി കരഞ്ഞു പറഞ്ഞു, അങ്ങ് നമ്മളെല്ലാം വിട്ടു പോവുകയാണോ കൃഷ്ണ? എല്ലാ രാജാക്കന്മാരും ഇപ്പോഴും നമ്മളോട് അസൂയാലുക്കളായിട്ടിരിക്കുകയാണ്. ഒരു തക്കം ഭാഗത്ത് നോക്കിയിരിക്കുകയാണ് നമ്മളെല്ലാവരെയും കൊല്ലാനായിട്ട്. നമ്മൾ ഈ അനുഭവിക്കുന്ന സമ്പദ് സമൃദ്ധി എല്ലാം അങ്ങയുടെ കാരുണ്യത്താലാണ്.
പിന്നെ കുന്തി ദേവിക്ക് തോന്നി, ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ. കുന്തി ദേവി വിചാരിച്ചു, ഞാൻ എൻ്റെ കുടുംബകാര്യം ഭദ്രമാക്കാനാണല്ലോ കൃഷ്ണൻ എന്നോട് പറയുന്നത് അല്ലേ. കാരണം ഇവരെല്ലാം ശത്രുക്കളായിട്ട് നിൽക്കുന്നു, കാരണം എൻ്റെ കുടുംബത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊന്നും അല്ല, പക്ഷെ എന്നാലും കുന്തി ദേവിക്ക് പാവത്തിന് അങ്ങനെ തോന്നുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഭഗവാനെ പിടിച്ചു നിർത്താനാണ് കുന്തി ദേവി നോക്കുന്നത്. ആ പാവം ഭക്തിയുടെ മനസ്സ് നോക്കണേ അല്ലേ. ഭഗവാൻ അത്രയ്ക്ക് സൂപ്പറാണ്. കുറച്ചു നേരമെങ്കിലും ഭഗവാന്റെ സാമീപ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഭഗവാനെ വിടാൻ കഴിയില്ല. ഭഗവാൻ അത്രയ്ക്ക് അമൂല്യമായിട്ടുള്ളൊരു നിധിയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തെ ഒരേപോലെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദികൾ പോലും എല്ലാവരും ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിഞ്ഞുകൂടാ. അത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നാഥനെയാണ് നമ്മളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് വരെ ആദ്യം അദ്ദേഹത്തെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടണം. അത് നമുക്കൊരു ഭക്തനിലൂടെ മാത്രമേ കിട്ടൂ, ആ ഒരു അറിവ്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തെയാണ് ഞാൻ യഥാർത്ഥത്തിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി അദ്ദേഹത്തെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അന്വേഷിക്കണം. അപ്പോൾ അദ്ദേഹത്തെ കിട്ടും. അദ്ദേഹത്തെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സമാധാനവും. കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം കിട്ടുന്നു അതിനനുസരിച്ചിരിക്കും. ദർശനം മാത്രം കിട്ടി വീണ്ടും ആൾ പൊങ്ങിയെങ്കിൽ വീണ്ടും നമ്മൾ ദുഃഖത്തിലാണ്ട് പോകും. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തെക്കാട്ടിയും വലിയ ദുഃഖമാണ് അദ്ദേഹത്തെ കണ്ടിട്ട് പിന്നെ കാണാതിരിക്കുമ്പോൾ. നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, കാരണം നമ്മൾ ഭഗവാന്റെ ലോകത്തായിരുന്നല്ലോ. ആ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വിശ്വാസം തോന്നുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതൊരു സയൻസാണ്, അൾട്ടിമേറ്റ് സയൻസാണ്. ഇതിനപ്പുറം ഒരു സയൻസ് വേറെ ഇല്ല. ഒരു ഇമാജിനേഷൻ ക്യാരക്ടർ അല്ല ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പേഴ്സണാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. എല്ലാവരുമായിട്ടും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ. നമ്മുടെ എല്ലാവരുടെയും ആശ്രയ വ്യക്തിയാണ്. നമ്മളെല്ലാവരും ആരെയാണോ ആശ്രയിക്കേണ്ടത് അദ്ദേഹമാണത്. അതായത് നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എല്ലാ നരന്മാരും ആരെയാണോ ആശ്രയിക്കുന്നത്, ഏത് ജലത്തിലാണോ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണോ ആശ്രയിക്കുന്നത്, അതാണ് നാരായണൻ. ആ ഒരു ജലത്തിൽ എല്ലാവരും ആശ്രയിക്കുന്ന ആ വ്യക്തി ഇരിക്കുന്ന ആ ഒരു ജലം, ആ ജലത്തിൽ ശയിക്കുന്നവൻ. അതെ, ഹരേ കൃഷ്ണ. അന്നേരം ആ നരന്മാരെല്ലാവരും ആശ്രയിക്കുന്ന ആ ജലം, അത് ഭഗവാൻ കിടക്കുന്ന ആ ജലമാണ്. അവിടെ ശയിക്കുന്നവൻ, അതാണ് നാരായണൻ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാനെ നേരിട്ട് കാണുന്നത് നമുക്ക് കൂടുതൽ ദുഃഖത്തെ ഉണ്ടാക്കും. അദ്ദേഹം അവിടുന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനാകുമ്പോൾ പിന്നെ ഭഗവാനെ തുടർച്ചയായിട്ട് കാണുകയും ഭഗവാന്റെ ലോകത്ത് പോവുകയും ഭഗവാനുമായിട്ട് എന്നെന്നും ഭഗവാന്റെ കൂട്ടത്തിൽ നിൽക്കാനുള്ള ഒരു സൗഭാഗ്യം, അതങ്ങനെ ഇങ്ങനെ പോകും. എന്നാലും നമ്മളെ ഭഗവാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ ദുഃഖത്തിൽ നിന്നും, നമ്മുടെ ഈ ഭൗതിക ലോകത്തിലുള്ള ദുഃഖത്തെക്കാട്ടിയും അപ്പുറത്തായിട്ടുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമുക്ക് കിട്ടുന്നില്ല എന്നാണ്. ഭഗവാന്റെ അടുത്ത് നമ്മൾ ഇല്ല എന്നതാണ്. അന്നേരം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താനാണ് ഭഗവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഭഗവാനെ സഹായിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സേവനം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആരും ഇവിടെ നിൽക്കുന്ന ഭഗവാന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ലോകത്ത് പോവുക, മറ്റുള്ളവരെ ഭഗവാന്റെ ലോകത്തേക്ക് എത്തിക്കാൻ സഹായിക്കുക. വളരെ സിമ്പിളാണ് ലൈഫ് എന്ന് പറയുന്നത്, വളരെ സിമ്പിളാണ്. താൽക്കാലികമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഭഗവാനായിട്ട് നമുക്ക് നൽകിയതല്ല, നമ്മളായിട്ട് അതിനെ സ്വീകരിച്ചതാണ്, നമ്മളായിട്ട് ചോദിച്ചു വാങ്ങിയതാണ്. ഈ ഒരു ജന്മം, ഈ ഒരു ശരീരം, ഈ ലോകത്തിലെ നമ്മളുടെ ബന്ധുമിത്രാദികളെല്ലാവരും.
അതുകൊണ്ട് ആസക്തി ഇല്ലാതെ അവർക്ക് വേണ്ടിയുള്ള കർത്തവ്യങ്ങൾ ചെയ്യുക. പക്ഷേ പരമോന്നത കർത്തവ്യം നമുക്ക് ഭഗവാനോടുള്ള കർത്തവ്യമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ നമ്മൾ നാമജപത്തെ മുടക്കുകയാണെങ്കിൽ അത് ബുദ്ധിശൂന്യതയാണ്, ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കർത്തവ്യത്തിൻ്റെ പേരിൽ ഭഗവാന്റെ കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ഡീപ്പായിട്ട്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. ഭഗവാനായിട്ട് കൂടുതൽ അടുക്കണമെങ്കിൽ ഭക്തരുമായിട്ടുള്ള ഒരു സമ്പർക്കം എപ്പോഴും ഉണ്ടായിരിക്കണം. ഭക്തരുമായിട്ട് നമ്മൾ ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യണം. എന്നിട്ട് ഇവിടെ കുന്തിദേവിക്ക് എന്താ പറ്റിയത്? കുന്തിദേവി ആവുന്ന പണി പലതും നോക്കി കൃഷ്ണനെ പിടിച്ചത്. അവസാനം കുന്തിദേവി പറഞ്ഞു, എല്ലാ ആപത്ത് വന്നപ്പോഴും അങ്ങ് ഉണ്ടായിരുന്നല്ലോ, ഇനി വലിയൊരു ആപത്തിൽ വിട്ടിട്ടല്ലേ അങ്ങ് പോകുന്നത്? ഇനി യുദ്ധമെല്ലാം ജയിച്ച് ഇത്രയും പേരെ നമ്മൾ ശത്രുക്കളാക്കി വെച്ചിരിക്കുകയാണ്, ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് പോവുകയാണോ? അതുകൂടാതെ അങ്ങ് വിചാരിക്കുന്ന ഇപ്പൊ സമ്പദ് സമൃദ്ധിയൊക്കെ ആയിട്ടിരിക്കുക, അങ്ങ് ഇവിടെ നിന്ന് കാലം അങ്ങോട്ട് മാറ്റുമ്പോൾ എല്ലാ സമ്പദ് സമൃദ്ധിയും പോകും. എന്റെ കുന്തിദേവിക്ക് വിഷമം, ഞാൻ എന്താ ചോദിക്കുന്നത്? പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല കുന്തിദേവി ഉദ്ദേശിച്ചത്. കുന്തിദേവിക്ക് സമ്പദ് സമൃദ്ധി പ്രശ്നമല്ല, ശത്രുക്കളും പ്രശ്നമല്ല, രാജ്യവും പ്രശ്നമല്ല, മക്കളും പ്രശ്നമല്ല. കുന്തിദേവിക്ക് കൃഷ്ണനെയാണ് വേണ്ടത്. കാരണം ശത്രുക്കളായിട്ട് ഉള്ളപ്പോ ഒക്കെ ഭഗവാൻ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുന്തിദേവി പറയാണ്, ഇപ്പൊ ഇത്രയും ശത്രുക്കളും എല്ലാം ഉള്ളപ്പോ അങ്ങ് വിട്ടിട്ട് പോകുന്നത് ശരിയാണോ? അതാണ് കുന്തി ദേവിയുടെ സ്തുതിയുടെ പ്രത്യേകത. അതെല്ലാം കേട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ ഇതൊക്കെ ആലോചിച്ചിട്ട് ചിരിക്കുക. അങ്ങനെ കുന്തി ദേവി എങ്ങനെയെങ്കിലും ഈ കൊച്ചിനെ ഇങ്ങോട്ട് പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട എന്റെ മോനെ പോലെയാണ്, എന്റെ മോനാണ് കൃഷ്ണൻ. ഈ കൃഷ്ണനെ വിടാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ ഇവിടെ കുന്തിദേവിക്ക് യശോദാമ്മയൊക്കെ ഓർമ്മ വരുവാണ് ആ സമയത്ത്. ഉടനെ കുന്തിദേവി പറയുന്നുണ്ട്, യശോദാമ്മ അങ്ങേ വഴക്ക് പറഞ്ഞപ്പോൾ അങ്ങ് കരയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ കണ്ട, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നതും കാണുന്നു ഒരേപോലെയാണ്. അന്നേരം കുന്തിദേവി പറയുകയാണ്, അത് യഥാർത്ഥത്തിൽ അങ്ങ് കരയുമായിരുന്നോ, അതോ കരയുന്നതായിട്ട് അഭിനയിക്കുമായിരുന്നോ? അതോ കരഞ്ഞുകൊണ്ട് ആ കരച്ചിലും അങ്ങ് ആസ്വദിക്കുകയാണോ? അത് അമ്മയുടെ ഒരു സ്നേഹം ആസ്വദിച്ചുകൊണ്ട് കരയുന്നതാണോ? അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം സാക്ഷാൽ ഭയം പോലും അങ്ങേ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. അതായത് ഈ ലോകത്തിൽ ആർക്കൊക്കെ ഏതൊക്കെ ഭയമുണ്ടോ ആ ഭയത്തിന്റെ വസ്തു, വിഷയം, വ്യക്തി അവരെല്ലാം ഭഗവാനെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള അങ്ങേക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് ഭയം തോന്നുമോ? അത് കുന്തിദേവി പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കുന്തിദേവി പറയുകയാണ്, അതായത് കുന്തിസ്തുതിയുടെ ആ ഒരു സാരാംശം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര മനോഹരമല്ലേ ഭാഗവതം. അതായത് കുന്തിദേവി പറയാണ്, ഇത്രയൊക്കെ രാജാക്കന്മാരെല്ലാം നമ്മളോട് ദ്വേഷത്തിൽ ഇരിക്കുമ്പോൾ, നമ്മളോട് ശത്രുതയിൽ ഇരിക്കുമ്പോൾ അങ്ങ് നമ്മളെ വിട്ടിട്ട് പോകുന്നത് ശരിയാണോ കൃഷ്ണ? ഇത് വലിയൊരു ചതിവല്ലേ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൂടാതെ അങ്ങ് വിചാരിക്കും ഇപ്പൊ എല്ലാ സമ്പദ് സമൃദ്ധിയിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നൊക്കെ. പക്ഷെ അങ്ങയുടെ തൃപ്പാതെ ഇവിടുന്ന് അങ്ങോട്ട് മാറുമ്പോൾ ഉടനെ സമ്പദ് സമൃദ്ധി എല്ലാം പോയി. ഇതെല്ലാം കേട്ടിട്ടും ഭഗവാൻ ഒരു മാറ്റവും ഇല്ല. ഭഗവാൻ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ കുന്തിദേവിക്ക് മനസ്സിലായി ഈ അടവൊന്നും നടക്കത്തില്ല ഇദ്ദേഹത്തിനോട്. പിന്നെ കുന്തിദേവി പറഞ്ഞു, ഞാൻ എത്ര വലിയ തെറ്റാണ് അങ്ങോട്ട് പറയുന്നത് അല്ലേ? ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളെ ഇപ്പോഴും മറന്നിട്ടില്ലേ? അതാണ് എൻ്റെ ഒരു പ്രശ്നം. അങ്ങൊരു കാര്യം ചെയ്യും, എനിക്ക് എൻ്റെ ബന്ധുമിത്രാദികളോടുള്ള എല്ലാ ബന്ധങ്ങളെയും അങ്ങ് ഛേദിക്കുക. എൻ്റെ മനസ്സൊരിക്കലും എൻ്റെ മക്കളെക്കുറിച്ചോ എൻ്റെ ബന്ധുമിത്രാദികളെക്കുറിച്ചോ ചിന്തിക്കാതെ എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഒഴുകിയെത്തട്ടെ. എങ്ങനെയാണോ ഗംഗാദേവി സമുദ്രത്തിലേക്ക് അതിശക്തമായിട്ട് ഒഴുകിയെത്തുന്നത്, അതേപോലെ ഒരു എതിർപ്പുകൾക്കും എന്നെ അങ്ങയിൽ നിന്നും അകറ്റാൻ കഴിയരുത്.
ഒരു തടസ്സങ്ങൾക്കും എന്നെ അങ്ങയിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയരുത്. എൻ്റെ ചിന്തകൾ, എൻ്റെ ബോധം, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും കൃഷ്ണ ഗംഗാദേവി ഒഴുകുന്നത് പോലെ, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒഴുക്ക് ഗംഗാദേവിയുടെയാണ്. അതേപോലെ എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് ഗംഗാദേവി എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ഒഴുകി ചെല്ലുന്നത്, അതേപോലെ ഈ ക്ലേശങ്ങളും ഈ ബന്ധുമിത്രാദികളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ മാറ്റി എൻ്റെ ആഗ്രഹങ്ങൾ, ബോധം, ചിന്തകൾ, വാക്കുകൾ എല്ലാം അങ്ങയിലേക്ക് ഒഴുകിയെത്തട്ടെ. ഇതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഇതേപോലൊരു പ്രാർത്ഥന ഈ ലോകത്ത് വേറെയില്ല. വേറൊന്നും നമ്മൾ പ്രാർത്ഥിക്കരുത്. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കൃഷ്ണ, എനിക്ക് എൻ്റെ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങ് ദൈവീകം മാറ്റണം. എൻ്റെ ഉള്ളിലുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റ്സും അങ്ങ് മാറ്റണം. ഇത് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഭക്തിയിൽ പുരോഗമിക്കാത്തത്. നമ്മൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഇത് ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കും. ഭക്തർ പൊതുവെ പറയുന്നത് എന്താണ്? എല്ലാം ശരിയായിട്ട് നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാമെന്നാണ്. ഇതെല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ട് വേണം അങ്ങയുടെ സേവനം ഞാൻ ചെയ്യാൻ കൃഷ്ണ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഒതുക്കുന്നത് ഭഗവാനല്ല ഒതുക്കേണ്ടത്, നമ്മളാണ് ഒതുക്കേണ്ടത്. ഇതെല്ലാം ഒതുക്കേണ്ടതാണെന്ന് ചിന്തിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് പോയിട്ടില്ല എന്നാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഈ ലോകത്തിൽ എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ ആത്മാവാണ്, ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമോന്നത ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, ഭഗവാനോട് പറയണം, ഭഗവാനെ എൻ്റെ ഉള്ളിലുള്ള അറ്റാച്ച്മെൻ്റാണ്, എൻ്റെ ബന്ധുമിത്രാദികളോടുള്ള എൻ്റെ ആസക്തിയാണ്, എൻ്റെ ഈ ശരീരത്തിനോടുള്ള ആസക്തിയാണ് അങ്ങയുടെ സേവനത്തിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്നത്. അതിനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിക്കാത്തതെല്ലാം എൻ്റെ ഉള്ളിലുള്ള ആസക്തി കാരണമാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ ആസക്തികളെയും മാറ്റിത്തരും കൃഷ്ണ. അങ്ങയിൽ നിന്നും അകറ്റുന്ന ഒരു കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങയിൽ നിന്നും എന്നെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ അകറ്റി നിർത്തുക. അങ്ങയായിട്ട് അടുപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും എന്നെ അടുപ്പിക്കുക. എന്നെ കൂടുതൽ കൂടുതൽ അങ്ങയുടെ സേവനത്തിൽ മഗ്നനാക്കുക. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എൻ്റെ എല്ലാ അറ്റാച്ച്മെൻറ്റ്സും മാറ്റണേ കൃഷ്ണ. പക്ഷെ നമ്മളെന്താ പറയുന്നത്? ആ അറ്റാച്ച്മെൻറ്റ്സിനെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നമ്മളിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലെ അറ്റാച്ച്മെൻറ്റ്സ് മാറാൻ വേണ്ടി ഭഗവാനോട് യാചിക്കുക. ഭഗവാനെ, എൻ്റെ ഉള്ളിലെ എല്ലാ ആസക്തികളും പോണേ കൃഷ്ണ. എനിക്ക് എല്ലാ ആസക്തികളിൽ നിന്നും എനിക്ക് വിരക്തി കാരുണ്യപൂർവ്വം അങ്ങ് നൽകണം. എനിക്ക് ഒരേ ഒരു അനുഗ്രഹം അങ്ങ് തരണം. എനിക്ക് അങ്ങയോടുള്ള ആസക്തി ഇനിയും വർദ്ധിക്കണം. ഓരോ നിമിഷം പ്രതി ആസക്തി വർദ്ധിച്ച് അങ്ങേ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണം. അങ്ങയുടെ തിരുനാമം ഒരിക്കലും എൻ്റെ നാവിൽ നിന്നും മറഞ്ഞു പോകരുത്. സദാസമയം ഓരോ നിമിഷവും അങ്ങയുടെ തിരുനാമം ജപിക്കാനുള്ള മഹാസൗഭാഗ്യം എനിക്ക് ലഭിക്കണമേ. ഇനി എത്ര ജന്മങ്ങൾ എനിക്കിവിടെ എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ ആ ബന്ധങ്ങൾ, ആ ഒരു ജന്മങ്ങളിലെല്ലാം ഞാൻ അങ്ങയുടെ പരിശുദ്ധ ഭക്തരുടെ വീട്ടിൽ തന്നെ ആയിരിക്കണം. അങ്ങയുടെ പരിശുദ്ധ ഭക്തരുടെ കൂട്ടത്തിൽ അവിടെ ഒരു പട്ടിയായിട്ടെങ്കിലും എന്നെ ജനിക്കാൻ അനുവദിക്കണമേ. ഇങ്ങനെയാണ് ഭഗവാന്റെ ഭക്തർ പ്രാർത്ഥിക്കുന്നത്. ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർജി ഗോലോകത്തിലെ മഞ്ജരിയാണ്, നമ്മുടെ പരമ ആചാര്യനാണ്. അദ്ദേഹം ഒരു വൈഷ്ണവ ഗീതത്തിൽ പറയുകയാണ്, എന്നെ ഒരു വൈഷ്ണവന്റെ വീട്ടിൽ ഒരു നായെങ്കിലും ആക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതിയ അദ്ദേഹം എന്താ പറയുന്നറിയാം? എന്നെ ഒരു വൈഷ്ണവന്റെ വീട്ടിൽ
ഒരു മലത്തിലെ പുഴുവെങ്കിലും ആക്കാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനെയാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്, അത് യഥാർത്ഥത്തിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു നമ്മളോട് തന്നെ. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ അതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയാണ്. ഈ ലോകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നേ ഉള്ളൂ, അത് ഭഗവാൻ കൃഷ്ണനാണ്. നമുക്ക് സംസാരിക്കാനായിട്ട് ഒരേ ഒരു വിഷയമേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് കൃഷ്ണനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ നാമമാണ്. നമുക്ക് കേൾക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ലീലകളും അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളുമാണ്. നമുക്ക് ചിന്തിക്കാൻ ഒരേ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള സേവനങ്ങൾ. നമുക്ക് ചെയ്യാനായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ. ഇനി പഠിക്കാനും വായിക്കാനും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഇത് തന്നെയാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത്. ശങ്കരാചാര്യ പറയുന്നത് കേട്ടില്ല, ഒരേ ഒരു ശാസ്ത്രം മതി, അത് ദേവകീപുത്രന്റെ ഗീത. ഒരേ ഒരു ദൈവം മതി, അത് ദേവകീപുത്രൻ. അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാ ദേവന്മാരും വരുന്നത്. എല്ലാത്തിൻ്റെയും സ്രോതസ് അദ്ദേഹമാണ്. നമുക്ക് ജപിക്കാൻ വേറെ മന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ തിരുനാമം മാത്രം മതി. എല്ലാ മന്ത്രങ്ങളെയും മന്ത്രങ്ങളാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാമം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ നിന്നാണ് എല്ലാ മന്ത്രങ്ങൾക്കും ശക്തി വരുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ നാമത്തെ ആശ്രയിക്കുക. ഇനി ഒന്നും പ്രവർത്തിക്കാതെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. ഓക്കെ, പ്രവർത്തിക്കൂ, അദ്ദേഹത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യൂ. അപ്പോൾ പാവം നമ്മുടെ കുന്തിദേവി പറയുകയാണ്, ഭഗവാനെ പല രീതിയിലും പിടിച്ചെടുത്താൻ നോക്കി ഗുരുവായൂരപ്പൻ, എന്നിട്ടും ഭഗവാൻ പോവുകയല്ലേ. അപ്പോൾ കുന്തിദേവി പറയുകയാണ്, കൃഷ്ണ, എനിക്കിപ്പോഴും എൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ ആസക്തിയുണ്ട്. ആ ആസക്തികളെല്ലാം അങ്ങ് മാറ്റിത്തരണം. എൻ്റെ ബോധവും ആഗ്രഹങ്ങളും മനസ്സും എല്ലാ ചിന്തകളും എല്ലാ പ്രവൃത്തികളും എപ്പോഴും അങ്ങയിലേക്ക് ഒഴുകിയെത്താനും കൃഷ്ണ. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഒരേപോലെയാണ്. രണ്ടും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അടുത്ത് നിൽക്കുന്നതും നമ്മുടെ ചിന്തകൾ ഭഗവാനിലിരിക്കുന്നതും രണ്ടും ഒരേപോലെയാണ്. കുന്തിദേവിക്ക് മനസ്സിലായി ഭഗവാൻ ഇവിടെ നിൽക്കത്തില്ലെന്ന്, ഭഗവാൻ പോകാൻ ഉറപ്പിച്ചിരിക്കുകയെന്ന് മനസ്സിലായി. അപ്പം കുന്തിദേവി എന്ത് ചെയ്തു? ശരി കൃഷ്ണ, അങ്ങ് എന്തായാലും പോവല്ലേ, എൻ്റെ ഉള്ള് എപ്പോഴും അങ്ങയിൽ തന്നെ ആയിരിക്കണം, അതിനങ്ങ് അനുഗ്രഹിക്കണം. കാരണം കുന്തിദേവിക്ക് ഉടനെ ഓർമ്മ വന്നു, വൃന്ദാവനവാസികൾ അല്ലേ, അവരിപ്പോഴും വിരഹത്തിലാണ്, കൃഷ്ണൻ്റെ ഭഗവാന്റെ വിരഹത്തിലിരിക്കുകയാണ്. അവരാ വിരഹത്തെ എങ്ങനെ താങ്ങി നിർത്തി? ഭഗവാന്റെ ചിന്തകൾ മഗ്നനായിട്ട്. ഓക്കെ, ആ ഒരു അനുഗ്രഹം കൃഷ്ണൻ എനിക്ക് തരുന്നുണ്ട്. എന്തായാലും അങ്ങ് നിൽക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങ് എന്നെ വിട്ട് പോവുകയല്ലേ കൃഷ്ണ. പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണ, വൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണ, നന്ദ യശോദ കുമാര കിശോര, വൃന്ദാവനവാസിയല്ലേ നീ കണ്ണ. അന്നേരം ഭഗവാൻ കൃഷ്ണൻ പോവുകയാണെങ്കിൽ പിന്നെ ആ വിരഹത്തെ എങ്ങനെ താങ്ങി നിർത്തും എന്ന് കുന്തിദേവി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ദേവി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഒറ്റ ഒരു കാര്യം അങ്ങ് ചെയ്യുക, എൻ്റെ ബന്ധുമിത്രാദികളോടുള്ള എൻ്റെ എല്ലാ ആസക്തികളെയും മാറ്റി എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് എപ്പോഴും ഉറച്ചു നിൽക്കണേ. എങ്ങനെയാണോ ഗംഗാദേവിയുടെ തരംഗങ്ങൾ എപ്പോഴും ആ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്, എല്ലാ തടസ്സങ്ങളെയും മറികടണം, അതേപോലെ എൻ്റെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, ബോധം എല്ലാം അങ്ങയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങേ എപ്പോഴും അതായത് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ചിന്തകൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ എങ്ങോട്ടോ എത്തുമല്ലോ. എത്ര മനോഹരമായിട്ടാണ് കുന്തിദേവി പറയുന്നത്. നമ്മുടെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് എത്തും, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അന്നേരം കുന്തിദേവി പറയുന്നത് എങ്ങനെയാ? ഞാൻ ഏതൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും അത് ഒഴുകിയെത്തുന്ന അങ്ങയിലേക്കായിരിക്കും. അതായത് അങ്ങയെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ
ബുദ്ധിമുട്ടാതെ തന്നെ സ്വമേധയാ വൃന്ദാവനവാസികൾ എങ്ങനെയാണോ അങ്ങയെക്കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതേപോലെ ഗുരുവായൂരപ്പ എൻ്റെ ചിന്തകൾ ഒഴുകി 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 അങ്ങയിലേക്ക് തന്നെ എത്തണമെന്നു. പക്ഷെ നമ്മുടെ കാര്യം എങ്ങനെ തുടങ്ങുന്നത് ഭഗവാനിൽ എന്താ, പക്ഷെ ഒഴുകി എത്തുന്നത് വേറെ എവിടെ. തുടങ്ങുന്ന ജപമൊക്കെ തുടങ്ങി സേവനമൊക്കെ തുടങ്ങുന്നത് ഭഗവാനിൽ നിന്നായിരിക്കും, പക്ഷെ വേറെ എങ്ങോട്ടൊക്കെയോ പോവും, ഡൈവേർട്ടായി പോവും. നമ്മൾ സമുദ്രത്തിൽ നിന്ന് തിരിച്ചൊഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ കുന്തിദേവി എന്താ പറയുന്നത്, എൻ്റെ എല്ലാ ചിന്തകളും ഭഗവാനിലേക്ക് അങ്ങയിലേക്ക് ഒഴുകി എത്തണമെന്ന്. ഏത് കാര്യം ചിന്തിച്ചാലും എന്ത് ചെയ്താലും അവസാനം അത് അങ്ങ് തന്നെയായിരിക്കണം എൻ്റെ ലക്ഷ്യം, അങ്ങേക്ക് വേണ്ടിയായിരിക്കണം. അന്നേരം ഇതിൽ നിന്നും, കുന്തിസ്തുതിയിൽ നിന്നും, കുന്തിദേവിയുടെ ആ സ്തുതിയിൽ നിന്നും അടുത്തൊരു പ്രധാനപ്പെട്ട പാഠം നമ്മൾ പഠിക്കേണ്ടത്, ഒരു ഭക്തൻ ഭഗവാൻ കൃഷ്ണന് വേണ്ടി ഏതറ്റം വേണമെങ്കിലും പോകും. ദുരിതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരിതം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഈ ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും ഉപേക്ഷിക്കാനും അവർ തയ്യാറാണ് ഭഗവാൻ കൃഷ്ണന്. ഹരേ കൃഷ്ണ. അങ്ങനെയായിരിക്കണം ഒരു ഭക്തൻ. ഭഗവാൻ അർജുനെ കണ്ടില്ലേ, ഭഗവാൻ കൃഷ്ണ യുദ്ധം ചെയ്യാൻ പറഞ്ഞു, ഓക്കെ, ഭഗവാന് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുന്തിദേവിയുടെ സ്തുതിയിൽ നിന്നും ഒരു ഭക്തൻ ഭഗവാൻ കൃഷ്ണന് വേണ്ടി എന്തും ചെയ്യും. ഭഗവാന് വേണ്ടി ഏത് തരത്തിലുള്ള ദുരിതങ്ങളും, ഏത് തീവ്രമായിട്ടുള്ള ദുരിതങ്ങളെയും സഹിക്കാൻ, സ്വാഗതം ചെയ്യാൻ തയ്യാറാണ് ഭഗവാൻ കൃഷ്ണന് വേണ്ടിയാണെങ്കിൽ. അതേപോലെ തന്നെ ഭഗവാന് വേണ്ടി ആരെയും ഉപേക്ഷിക്കാനും തയ്യാറാണ്. ഇത് രണ്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഇത് രണ്ടുമാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങൾ. ഭഗവാന് വേണ്ടി എല്ലാ ദുരിതങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം, ഭഗവാന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കാനും തയ്യാറായിരിക്കണം. അതായത് കൃഷ്ണ അങ്ങേയോട്ട് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഇനിയും കൊണ്ടുവരും. അത് ദുരിതമാണെങ്കിൽ ശരി, സുഖമാണെങ്കിൽ എന്തായാലും ശരി, അത് അങ്ങേയായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നതാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ കൊണ്ടുവരും. ഇനി അങ്ങയിൽ നിന്ന് അകറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് സുഖമാണെങ്കിൽ പോലും അത് എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടേ ഇരുന്നോളൂ. കാരണം അത് അങ്ങയിൽ നിന്ന് തന്നെ അകറ്റുന്നതാണല്ലോ. അങ്ങേയായിട്ട് അടുപ്പിക്കാൻ എന്താണോ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതെൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. അത് ദുഃഖമാണെങ്കിൽ പോലും, രോഗമാണെങ്കിൽ പോലും, ഒറ്റപ്പെടുത്തലാണെങ്കിൽ പോലും, അപമാനമാണെങ്കിൽ പോലും, ദുരിതങ്ങളുടെ സമുദ്രത്തിൽ ഞാൻ വീണു പോകട്ടെ, പക്ഷേ അത് അങ്ങേക്ക് വേണ്ടിയാണെങ്കിൽ ആ ദുരിതങ്ങളെല്ലാം എന്നെ അങ്ങേയായിട്ട് കൂടുതൽ അടുപ്പിക്കുമെങ്കിൽ അതാണ് കൃഷ്ണ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കട്ടെ. അത് എത്ര വലിയ മാറാരോഗമാണെങ്കിലും അത് വന്നോട്ടെ. കാരണം ആ രോഗത്തിലൂടെ ഞാൻ അങ്ങേ അറിയുമെങ്കിൽ, അങ്ങേയായിട്ട് കൂടുതൽ അടുക്കുമെങ്കിൽ ആ രോഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തട്ടെ, ഞാൻ തെരുവിലാകട്ടെ, നടു റോഡിലായി ആരോരും ഇല്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഒരു ഗത്യന്തരം ഇല്ലാതെ ഇരിക്കട്ടെ. കാരണം അതിലൂടെ എനിക്ക് അങ്ങേ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നെ കാറി തുപ്പട്ടെ, എൻ്റെ മുഖത്ത് നോക്കി എന്നെ അടിച്ച് അവർ തല്ലി പുറത്താക്കട്ടെ എല്ലാവിധ സ്ഥാനമാനങ്ങളിൽ നിന്നും. കാരണം ഇതിലൂടെ ഞാൻ അങ്ങേ തിരിച്ചറിയുമെങ്കിൽ കൃഷ്ണ അതാണ് ഏറ്റവും മൂല്യമായിട്ടുള്ളത്. ഇനി എനിക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളെയും അങ്ങ് തട്ടിയെടുത്തോളൂ. കാരണം ഇതൊന്നും എൻ്റേതല്ല, അതാണ് പരമയാഥാർത്ഥ്യം. കാരണം അതിലൂടെ അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് അങ്ങേ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. എനിക്ക് വേറെ ഒന്നും വേണ്ട കൃഷ്ണ, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അങ്ങ് മാത്രമാണ്. അങ്ങല്ലാതെ അമൂല്യമായിട്ട് ഈ ലോകത്തിൽ ഞാൻ ഒന്നിനെയും കാണുന്നില്ല. അങ്ങേയായിട്ട് അടുപ്പിക്കാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങളാണ് വരേണ്ടത്, ആ ദുരിതങ്ങൾ വീണ്ടും 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 വരട്ടെ കൃഷ്ണ. ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏതൊക്കെ സൗഭാഗ്യങ്ങൾ പോയാലാണ് അങ്ങ് വരാൻ കഴിയുക എൻ്റെ ജീവിതത്തിൽ, ആ സൗഭാഗ്യങ്ങളെല്ലാം അങ്ങ് മാറ്റിക്കോളൂ. കാരണം എനിക്ക് വേണ്ടത് അങ്ങേ മാത്രമാണ്, എനിക്ക് വേറൊന്നുമല്ല വേണ്ടത്.
അന്നേരം ഒരു യഥാർത്ഥ ഭക്ത ആ ഒരു മനോഭാവത്തിലായിരിക്കണം എപ്പോഴും, ഓരോ നിമിഷവും. ഒരു നിമിഷം മാത്രമല്ല, ഓരോ നിമിഷവും ജീവിതാന്ത്യം വരെയും നമ്മൾ അതേ ഭാവത്തിലായിരിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭക്തരായിട്ട് മാറുന്നത്. അല്ലാതെ ഉള്ള നമ്മുടെ ഭക്തി അത് ഒറിജിനൽ ഭക്തിയല്ല. ഇതിനെയാണ് ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. കുന്തി സ്തുതി എത്ര മനോഹരമാണല്ലേ. കുന്തി മഹാറാണിക്ക് ജയ്. ഇനി നമുക്ക് നാളെ ഭീഷ്മ പിതാമഹനെ കുറിച്ച് പഠിക്കാം. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.